ബോംബുണ്ടാക്കണ കാര്യമൊന്നുമില്ലല്ലോ ഇത്ര ആലോചിക്കാൻ. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി എന്ത് ചെയ്യും? രജിസ്റ്റർ മാരേജ്. അതേതിപ്പോ അറിയണ്ട. അതേത് രാമൻകുട്ടിയും പറയാം. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? രാമൻകുട്ടി ഉദ്ദേശിച്ചല്ല ഞാൻ ചോദിച്ചത്. ആമിനെ ഓൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോയാ ഓളുടെ കൂട്ടക്കാർ എന്തായാലും ഓൻ്റെ വീടിന് തീരും. ഇനി വാടക വീട് എടുക്കാന്ന് വെച്ചാലോ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെ വീട് എത്തിക്കാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒളിച്ചോട്ടെ രക്ഷയുള്ളൂ. ഒളിച്ചോട്ട് ഗോൾഡ് ഫാഷൻ അല്ലേ? ഓൾഡ് ഇസ് ഗോൾഡ് എന്നാണല്ലോ. ഗോൾഡിന് വില കുറയാണോ? ഓണത്തിന്റെ ഇടയിലാണ് ഇയാളുടെ ഒരു എവിടേക്ക് എപ്പോ എങ്ങനെ ഒളിച്ചോടും? അല്ല, ഒളിച്ചോടാൻ ബസ് ചെന്നൈയാ. ബസ്സിനാണെങ്കിൽ ട്രെയിനാണെങ്കിലും ഒറ്റ രാത്രിന്റെ പ്രശ്നമുള്ളൂ. അതെ അതെ. ചെന്നൈ ചെന്നാ 10 ഉറുപ്പിക്കും 10 കോടി ഉറുപ്പിക്കും സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഭാഷ പ്രശ്നമില്ലേ? ആർക്ക്? രമണന തമിഴ് പടത്തിന്റെ ഉസ്താദല്ലോ. പിന്നല്ലാണ്ട്. അപ്പൊ ചെന്നൈ ഫിക്സ്. പ്രശ്നം തീർന്നില്ല. കോളേജ് കൂട്ടി നിലാപെത്തി ഒളിച്ചോട്ടത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത ആര് എങ്ങനെ ആമിനെ ഇറക്കിക്കൊണ്ടുവരും? അതിനൊരൊറ്റ ആളുള്ളൂ. ആ ഗേറ്റിന്റെ മുന്നിൽ അവിടെ ചേട്ടൻ സുഖല്ലേട്ടെ? ആമിന അകത്തിന്റെ കിട്ടുന്നില്ലല്ലോ. രണ്ടുപേരെ പ്രേമലയുടെ ഫുൾ റിംഗ് പോയി കട്ടായി. ആമിന സ്വിച്ച് ഓഫ്. ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റൂല കേട്ടോ. ഫുൾ കാശ് പോവും. ഏട്ടാ ഇപ്പൊ വരും ഏട്ടാ. ഇപ്പൊ വരും എന്ന് പറഞ്ഞാല് 1/2 മിനിറ്റേ വണ്ടി എടുത്തുള്ളൂ. അതാ വന്നല്ലോ. നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? അത് ഞാൻ സൈലന്റൊക്കെ ബാഗിലിട്ടു. അപ്പൊ ആമിനെയോ? ആമിനെ ഫോൺ എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം വെച്ചാൽ പോലീസുകാരെ അങ്ങനെ ടവർ ക്യാച്ച് ചെയ്തിട്ട് പിന്നാലെ വന്നാലോ. ഈ പ്രേമലതയുടെ ഒരു ബുദ്ധി. അങ്ങനെയാണെങ്കിൽ രമണന് ഫോൺ കൊണ്ടുപോണ്ട. കറക്റ്റ്. ഞാൻ എങ്ങനെയെങ്കിലും എന്റെ മേശ കൊണ്ട് വെച്ചോളാം. ഒരു പെൺകുട്ടി അന്വേഷിച്ച് കൂടെ വരിക. അന്യനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളുണ്ടാവും. അപ്പൊ ബോധം കിടാതെ അഭിമുഖീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യണം. നമ്മുടെ ലാലേട്ടനെ പോലെ. വാ, 1/2 മിനിറ്റ് വണ്ടി നിർത്തും. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്. രമണേട്ടിക്കും ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ, പ്രേമം ഒളിച്ചോട്ടം എല്ലാം വളരെ പെട്ടെന്നായി പോയി. ഇനി നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. അതെ, റിലാക്സ്. நீங்க எங்க போகணும் சார்? ஹோட்டல் ஏதாவது வேணுமா? எல்லாம் ஹோட்டலா இருக்கு சார். மீட்டர் மேல 10 ரூபா போட்டு கொடு சார். போதும், நான் காமிக்கிறேன் சார். கேரளாவில் இருந்து சென்னைக்கு வந்திருக்கீங்க. இங்க எவ்வளவு இடம் இருக்கு தெரியுமா சார்? ரூம் வாடகை 1000 ரூபாயிருந்து ஸ்டார்ட் சார். 2000 ரூபா, 3000 ரூபா, 4000 ரூபாயிருந்து. என்ன சார் உங்களை கூட்டு போனா என்ன சார்? எங்களுக்கு 1000 ரூபாய்க்கு 50 ரூபா கொடுப்பாங்க சார். சார் கேரளாவில் மீன் சூப்பர் சார். அதே மாதிரியே பீஃப் பிச்சிருவாங்க சார். இதை ஹெல்ப் பண்ண கேளுங்க சார். ஓகே, சரி சார்.
ഈ ഇപ്പൊ എന്തിനാ സൗദിയിൽ നിന്ന് പാഞ്ഞു വന്നേ? ഇവിടെ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ഓടി വരണ്ടേക്ക. ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, മജീക്ക് റഷീദിക്ക് അടുത്ത ഫ്ലൈറ്റ് കയറും. ഓൾ ഇറങ്ങിപ്പോണെന്ന് നിങ്ങളാരും കണ്ടില്ലേ? ഓൾ ഒപ്പന ടീച്ചറെ ബസ് കയറ്റി വിടാൻ പോകണമെന്നല്ലേ എല്ലാരും വിചാരിച്ചേ? എവിടെയാണെങ്കിലും പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം അവളെ. അതിന് ഓൾ ഒരുത്തൻ്റെ കൂടെ പൂർത്തി തുടങ്ങിയില്ലേ യൂസു? അതിന് ഞാനും ഇക്കാക്കന്മാരും സൗദിയിൽ നിന്ന് അയക്കുന്നത് പുളിങ്കുരൊന്നല്ലല്ലോ. കായ് കൊണ്ട് കൈകെ പോവാത്ത ഒരു കറി ഈ ഭൂമിയിലില്ല. രണ്ടീ പഠിക്കുമ്പോ മാപ്പിളപ്പാട്ടിന്റെ സമ്മാനം കിട്ടിയ കുട്ടിയെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇഷ്ടായതപ്പോഴാ? അതെനിക്കറിയില്ല. പാട്ട് ആദ്യം ഇഷ്ടായത്. എന്നിട്ടാണോ സ്ഥിരം എന്റെ പാട്ട് കൂവി തോപ്പിച്ചേ? അങ്ങനെ ഇപ്പൊ എല്ലാരും ഇയാളുടെ പാട്ട് കേട്ട് സുഖിക്കണ്ട. കൂവിയതുകൊണ്ട് വേറെ ഉണ്ട് ഗുണം. എനിക്ക് ഇയാളെ ഇഷ്ടാണെന്ന് ആർക്കെങ്കിലും പിടി കിട്ടിയോ? എനിക്കും പിടി കിട്ടിയില്ല. ആ, പിടി കിട്ടിയിരുന്നെങ്കിൽ പ്രേമം ക്രീമം എന്നൊക്കെ പറഞ്ഞ് ഇയാളെന്റെ പുറകെന്ന് മാറുമായിരുന്നു. അതോടെ ക്യാമ്പസിൽ ഗോസിപ്പാവും. ആരെങ്കിലും പറഞ്ഞ് നാട്ടിലും വീട്ടിലും അറിയും. അപ്പൊ പിന്നെ എല്ലാം പെട്ടെന്ന് തീർന്നു കിട്ടിയേനെ. ഇപ്പൊ എനിക്ക് ആശ്ചര്യം കിട്ടിയല്ലോ. വേണ്ട 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 വേണ്ട. 850 ടാക്സുമാണ് ഈ മുറിന്റെ റെന്റ്. 4 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവന്ന കാശ് അങ്ങ് തീരും. ആദ്യം വേണ്ട ഒരു ജോലി, പിന്നെ കൊച്ചൊരു വാടക വീട്. ഈ രാത്രിയിൽ എന്തായാലും വാടക വീട് കിട്ടൂല. പിന്നെ 850 ടാക്സും വെറുതെ കളയണോ? ബഷീർ ബഷീർ, ഒരു കത്തുണ്ട്. കത്തോ? ഞെട്ടണ്ട. പോസ്റ്റ് ഓഫീസിൽ ഒരു കത്ത് വന്നപ്പോ ഞാനും ആദ്യം ഒന്ന് ഞെട്ടി. പ്രിയ ബഷീറിന് രമണൻ. ആ, ഈയാണ്. തപാൽ വകുപ്പ് പ്രവർത്തനക്ഷമമാണോ എന്നോ ഈ കത്ത് നിനക്ക് കിട്ടുമോ എന്നോ എനിക്കറിയില്ല. കിട്ടുകയാണെങ്കിൽ ആദ്യമേ പറയട്ടെ, എന്നെക്കുറിച്ച് നാട്ടിലോ വീട്ടിലോ ആരോടോ ഒന്നും പറയരുത്. ഒരു മൊബൈൽ കണക്ഷൻ എടുക്കാൻ ഇതുവരെ കഴിഞ്ഞില്ല. ആധാർ നിർബന്ധമാണല്ലോ. ഇപ്പോൾ ഒരു കൊച്ചു വാടക വീട്ടിലാണ് താമസം. തമിഴ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള നല്ല പരിചയമുള്ള സ്ഥലം. വേപ്പ് മരച്ചുവട്ടിലെ മാരിയമ്മ പ്രതിമയും ചെറുനാരങ്ങ കുത്തിക്കയറ്റി കുങ്കുമം പൂശിയ ശൂലവും DMK-കളുടെ കൊടികളും വെള്ളമടിക്കാനുള്ള കൈപ്പമ്പും മുറ്റത്തെ അരിപ്പൊടിക്കോലങ്ങളും ഒക്കെയുള്ള കുടിശ്ശികളുടെ ഒരു നീണ്ട നിര. സൗകര്യങ്ങൾക്കാൾ പ്രധാനം സന്തോഷം സമാധാനമാണല്ലോ. അതാവളുണ്ട്. എനിക്കും തണ്ണി ഫോഴ്സാ വരില്ല സാർ. കാലത്തിന്റെ ടൈമിൽ ഇപ്പിടിതാ സുബ്രഹ്മണി. അയൽവക്കങ്ങളൊക്കെ നല്ല ആൾക്കാരാ. തൊട്ട് വീട്ടിലെ പാട്ടിയും മകൻ ശേഖറും ഭാര്യ മല്ലിയും അവരുടെ മകൾ LKG-കാരി ശ്വേതയുമാണിപ്പോൾ ഞങ്ങളുടെ ബന്ധുക്കൾ. എണ്ണ തേച്ച് മസാജ് பண்ண இப்ப பரவாயில்ல. ஈவினிங் 6 மணிக்கு சீரியல் பார்க்க டிவி முன்னாடி உட்காந்தா எலும்புறதுக்கு 11 மணி ஆகுது. காலுக்கு எக்ஸசைஸ் வேண்டாமா ரவனா? போடா. வா. சீக்கிரம் இரு. അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിച്ചിട്ടില്ല. രണ്ടുപേർക്കും പാചകം അറിയില്ലല്ലോ. മീനു ഇപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ഒരുവിധം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 3 നേരവും സോൾട്ട് മാംഗോ ട്രീ ആണ്. ഇതോടെ കഴിക്കേ. ഈ സോൾട്ട് മാംഗോ ട്രീ കണ്ടുപിടിച്ചാൽ വെടിവെച്ചോളണം. കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പട്ടിണി കിടന്ന ചത്തന്. ഉച്ചയാകുമ്പോഴേക്കും വിശക്കും. ഇതോടെ കഴിക്കും.